ക്ഷാമകാലത്തെന്നെ ക്ഷേമമോടെ കാത്തിടും. പച്ചപ്പുൽത്തകിടിയിൽ കിടത്തിടുന്നവൻ, വേണ്ടതെല്ലാം നിത്യമേകി പോറ്റിടുന്നവൻ. യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 38-ാം സങ്കീർത്തനം 11-ാം വാക്യം. എൻ്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എൻ്റെ ബാധ കണ്ടു മാറി നിൽക്കുന്നു, എൻ്റെ ചാർച്ചക്കാരും അകന്ന് നിൽക്കുന്നു. ശാരീരികമായും വൈകാരികമായും ആത്മീയമായും ആഴത്തിലുള്ള വേദനയുടെ അനുഭവത്തിലാണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അടുത്ത സുഹൃത്തുക്കൾ പോലും പിൻവാങ്ങാം. എന്നാൽ ദാവീദ് തൻ്റെ വേദന മറച്ചു വയ്ക്കാതെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുന്നു. മറ്റുള്ളവർ നമ്മുടെ വേദനകളിൽ നമ്മെ മാറി കടന്നു പോകുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു വഴി തിരിച്ചുവിടലാണ്. അത് തിരിച്ചറിയുമ്പോൾ ദൈവത്തിൽ കൂടുതൽ ശരണപ്പെടുവാൻ നമുക്ക് കഴിയും. ദാവീദിൻ്റെ ഏകാന്തത അവൻ്റെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുന്ന അനുഭവമായി മാറുന്നു. ദാവീദിനെ പോലെ നാമും ഒറ്റപ്പെടുമ്പോൾ നാം തിരിച്ചറിയുക, നാം ഒറ്റയ്ക്കല്ല. ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മറ്റുള്ളവരെ അകറ്റുന്ന നമ്മളുടെ മുറിവുകൾ ദൈവത്തെ കൂടുതലായി നമ്മിലേക്ക് അടുപ്പിക്കുന്നു. പ്രിയ സ്നേഹിതരെ, മനുഷ്യ സൗഹൃദം പരാജയപ്പെടാം, എന്നാൽ ദൈവിക സൗഹൃദം ഒരിക്കലും പരാജയപ്പെടുകയില്ല. ആളുകൾ അകന്നു പോകുമ്പോൾ ദൈവം അടുത്തു വരുന്നവനാണ്. ലോകം നിങ്ങളുടെ മുറിവുകളെ ഒഴിവാക്കുമ്പോൾ ദൈവം ആ മുറിവുകളെ സ്പർശിക്കുന്നു. അതിനാൽ ധൈര്യപ്പെടുക. നിങ്ങളുടെ ഒറ്റപ്പെടൽ ദൈവവുമായുള്ള ആഴത്തിലുള്ള സൗഹൃദത്തെ ഉറപ്പിക്കുന്നതിനുള്ള ഒരു ക്ഷണമായിരിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ സൗഹൃദത്തിലേക്ക് കടന്നു വരുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.